ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ എഗ് സാലഡിൻ്റെ റെസിപ്പി നോക്കാം. ഡയറ്റിലിരിക്കുന്നവർക്കും അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർക്കും പറ്റിയൊരു സാലഡാണിത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ലെറ്റ്യൂസ്, 1/2 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് വെള്ളരിക്ക, ഇനി ഒരു പകുതി തക്കാളി, 2 മുട്ട പുഴുങ്ങിയത്, 1 ടേബിൾ സ്പൂൺ അളവിന് ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ആദ്യം ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നാരങ്ങാ നീരും കൂടി പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സാലഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വെജിറ്റബിൾസും കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് കൂടാതെ സ്വീറ്റ് കോൺ, കടല, ക്യാപ്സിക്കം ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതും നമുക്ക് ചേർക്കാം. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഹെൽത്തി സാലഡാണിത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒലിവ് ഓയിലും ലെമൺ ജ്യൂസും കുരുമുളക് പൊടിയും ചേർത്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗും കൂടി ആഡ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പ്രോട്ടീൻ റിച്ച് ഫുഡൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ എഗ് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തിയും ഫില്ലിങ്ങും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു സാലഡാണ്. സാലഡ് ക്രീം ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും ആഡ് ചെയ്യാം. പക്ഷേ ഏറ്റവും ഹെൽത്തി ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സാലഡ് ക്രീം ഒന്നും ചേർക്കാതെ കഴിക്കുന്നതാണ്. സാലഡ് ക്രീം ചേർത്തില്ലെങ്കിലും സാലഡ് വളരെ ടേസ്റ്റി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ടാറ്റാ, ബൈ.